കോഴിക്കോട് നടന്ന ഫാഷൻ ഷോയിൽ മന്ത്രി എ.കെ. ശശീന്ദ്രൻ പാട്ട് പാടിയതിനെ ചൊല്ലി വിവാദം. കടുവ വേട്ടയ്ക്കിടെ മന്ത്രി മാനന്തവാടിയിൽ എത്താത്തതിൽ പ്രതിഷേധം ശക്തമായിരുന്നു. മാനന്തവാടിയിൽ എത്താത്ത മന്ത്രി ഫാഷൻ ഷോയിൽ പാട്ടുപാടി നടക്കുകയാണെന്ന ആരോപണമാണ് വിമർശകർ ഉന്നയിക്കുന്നത്. चुप चुप चलन में क्या राग है, क्यों चुप ना सके परमात्मा, मेरी आत्मा की ये आवाज है, जरा सामने तो आओ चलिए, चुप चुप चलन में क्या राग है, क्यों चुप ना सके परमात्मा, मेरी आत्मा की ये आवाज, प्रेम की है ये आग सजनी जो इधर लगे और उधर सजे, तेरी पीती पे बड़ा हम नाज है, मेरी सर का तू ही तर ताज है, क्यों चुप ना सके परमात्मा, मेरी आत्मा की ये आवाज़ है, ला 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 ला, मेरी आत्मा की ये आवाज़ है. റിയാസ് കൈമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. റിയാസെ, അതായത് മന്ത്രി പാട്ട് പാടുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് അനവസരത്തിലായി പോയില്ലേ എന്നൊരു സംശയം കൂടിയില്ലേ? കാരണം വിമർശനത്തിന് വഴിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രത്യേകിച്ചും ഒരു ഭാഗത്ത് പ്രതിഷേധക്കാർ കണ്ണീരോടുകൂടി പ്രതിഷേധം നടത്തുകയാണ്, ഒരു തീരുമാനം അറിയുന്നതിനൊക്കെ വേണ്ടി തന്നെ. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായിട്ടുള്ളത്. റിയാസ്, ഭദ്ര, രണ്ട് തരത്തിലാണ് ഈ പാട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. ഒന്ന്, അതിനെതിരെ വിമർശനങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ആ വിമർശകർ ഉന്നയിക്കുന്ന ഒരു കാര്യം, മാനന്തവാടിയിൽ ഉള്ള ഒരു കടുവ ഭീതി, മാനന്തവാടിയിൽ കടുവയെ കണ്ട ഭീതിയിൽ ആളുകൾ കഴിയുന്നു, അവിടെ മന്ത്രി എത്തിയില്ല, അപ്പോൾ മന്ത്രി ഇവിടെ പാട്ടുപാടി നടക്കുകയാണ് എന്നാണ് വിമർശകർ ഉന്നയിക്കുന്ന ഒരു വാദം. മറ്റൊരു വാദം സ്വാഭാവികമായും ഒരു പൊതുപരിപാടിയാണ്, ഒരു ഫാഷൻ ഷോ എന്ന് പറയുന്ന പരിപാടിയാണ്. ഫാഷൻ ഷോയിൽ മന്ത്രി സ്വമേധയാ മന്ത്രിയുടെ താല്പര്യപ്രകാരം പാടിയതല്ല. അവതാരക ആദ്യം മന്ത്രിയോട്, അതിന്റെ ഉദ്ഘാടകനായിരുന്നു മന്ത്രി, അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉദ്ഘാടകൻ എന്ന രീതിയിൽ അതിന്റെ അവതാരക മന്ത്രിയോട് റാമ്പ് വാക്ക് നടത്താൻ പറയുന്നു. മന്ത്രി അത് നിരസിക്കുന്നു. അല്ലെങ്കിൽ മന്ത്രി പാട്ട് പാടണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ മന്ത്രി ഹിന്ദി പാട്ട് പാടുന്നു. അങ്ങനെ ഒരു ജനപ്രതിനിധി ചെയ്യുന്നതിൽ എന്താണ് ഒരു തെറ്റ് എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. കാരണം പൊതുവെ ജനപ്രതിനിധികളായവർ അവതാരകരുടെ ആവശ്യാർത്ഥം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതിനെ എന്തിനാണ് വിവാദത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ചില കോണുകളിൽ നിന്നാണ് ഏറ്റവും ആദ്യം ഈ വിവാദം ഉയർന്നു വന്നത്. അതിൽ ആ വിവാദം ഉന്നയിക്കുന്നവർക്ക് ചില താല്പര്യങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകളും വരുന്നുണ്ട്. 2 മിനിറ്റോളമാണ് മന്ത്രി പാട്ട് പാടിയത്. ഇന്ന് രാവിലെയായിരുന്നു എ.കെ. ശശീന്ദ്രൻ കോട്ടയത്ത് നിന്ന് കോഴിക്കോടേക്ക് എത്തിയത്. കോഴിക്കോട് നഗരത്തിൽ മന്ത്രി ഇന്ന് വിവിധ പരിപാടികളിൽ സംബന്ധിക്കുകയും ചെയ്തതാണ്. അതിലൊരു പരിപാടിയിൽ പാട്ട് പാടിയതാണ് ഇപ്പോൾ ചിലരുടെയെങ്കിലും വിവാദത്തിന് വഴി തുറന്നിരിക്കുന്നത്. എന്നാൽ ഈ വിമർശകർ ഉന്നയിക്കുന്ന ഒരു കാര്യം, അതിൽ ഒരു മാനന്തവാടിയിൽ എന്തുകൊണ്ട് മന്ത്രി എത്തിയില്ല എന്നൊരു ചോദ്യം അവിടെ ഇപ്പോഴും ബാക്കി കിടക്കുകയാണ്. അത് മന്ത്രി പാട്ടുപാടിയതുമായി ബന്ധപ്പെട്ട് അതിനെ കൂട്ടിക്കുഴക്കേണ്ടതുണ്ടോ എന്നുള്ള ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട്. ഭദ്ര, തീർച്ചയായും റിയാസ്, എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ 2 തട്ടിലാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉയർന്നു വരുന്നത്. ഒരു ഭാഗത്ത് മന്ത്രി പാട്ടുപാടിയത്, ഇപ്പോൾ ഈ ചില വിമർശകരൊക്കെ ചിലപ്പോൾ മനസ്സിലെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകാം, ഈ പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന രീതിയിലൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം. എങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇതിനെ ഏത് തരത്തിൽ വ്യാഖ്യാനിക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുകയാണ്. എന്തായാലും ഫാഷൻ ഷോയിലായിരുന്നു മന്ത്രിയുടെ പാട്ട് ഉണ്ടായത്. അതാണ് ഇപ്പോൾ വിവാദത്തിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. കടുവ വേട്ടയ്ക്കിടെ മന്ത്രി മാനന്തവാടിയിൽ എത്താത്തതിൽ ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുത്തതും പാട്ട് പാടുന്നതും.